തിരുവനന്തപുരം നഗരത്തിൽ നടു റോഡിൽ ഗുണ്ടാ വിളയാട്ടം. ആറ്റുകാൽ കല്ലടിമുഖം ഫ്ളാറ്റിന് സമീപം പോലീസ് നോക്കി നിൽക്കെയാണ് കൊലവിളി. കാറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ ഇന്നലെ രാത്രിയാണ് അതിക്രമമുണ്ടായത്. സ്ത്രീകളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ഒപ്പം ചേരുന്നു. വിനോദ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 500 ഗുണ്ടകൾ സംസ്ഥാനത്താകെ കൂടിയെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് പുതിയ സംഭവം? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷൻ്റെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കല്ലടിമുഖം ഫ്ളാറ്റിന് സമീപം, അത് ആറ്റുകാൽ സമീപ പ്രദേശമാണ്. അവിടെയാണ് നടു റോഡിൽ അദ്ദേഹം കൊലവിളി നടത്തിയത്. റോഡിലൂടെ അദ്ദേഹം മദ്യപിച്ചോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചോ ഉള്ള ആളാണ്. അദ്ദേഹം നടു റോഡിൽ ഇത്തരത്തിൽ ഇറങ്ങി വലിയ കൊലവിളിയാണ് നടത്തുന്നത്. അതുവഴി കുടുംബസമേതം കടന്നു വന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം അതുവഴി കാറിൽ കടന്നു വന്ന ഒരു വാഹനത്തെ ഇയാൾ നടു റോഡിൽ തടയുകയാണ്. തടഞ്ഞ ശേഷം ഈ കാറിന് ശക്തിയായി തൊഴിക്കുകയും അവർക്ക് നേരെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. ഇതറിഞ്ഞ അവർ ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പോലീസ് നോക്കി നിൽക്കുകയാണ്. ഇയാൾ ആ നടു റോഡിൽ കിടന്ന് വലിയ കൊലവിളി നടത്തുകയാണ്. അതിനുശേഷം അതുവഴി ഇരുചക്ര വാഹനത്തിൽ വന്ന ഒരു സ്ത്രീയെയും ഇയാൾ അസഭ്യം പറയുന്നുണ്ട്. കുറച്ച് ആളുകളെ പിടിച്ചു തള്ളുന്നുണ്ട്. പോലീസിന് നേരെ അസഭ്യം വിളിക്കുന്നുണ്ട്. പോലീസ് ഇയാളെ കൈയോടെ പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നുമില്ല. അതിനുശേഷമാണ് ഇയാൾ വളരെ പെട്ടെന്ന് ഇയാളുടെ സമീപത്തെ വീട്ടിൽ നിന്നും വെട്ടുകത്തി കൊണ്ടുവന്ന് അയാൾ സ്വയം ദേഹത്ത് പരിക്കേൽപ്പിച്ച് ചോര ഒലിപ്പിച്ച റോഡിൽ നിൽക്കുകയാണ്. അവസാനം പോലീസ് ആരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇയാളിപ്പോൾ ഇയാളിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത്. കേസെടുത്തിട്ടില്ല. ഈ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്നാണ്. പക്ഷേ പോലീസ് നോക്കി നിൽക്കുന്നു. ഇതുവരെയും കേസെടുത്തിട്ടുമില്ല. എന്താണിങ്ങനെ? അതാണിങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത കാര്യം. പോലീസിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് അയാൾ ആശുപത്രിയിലാണല്ലോ, പരിക്കാറ്റ് ആശുപത്രിയിൽ കിടക്കുകയല്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. കേസെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അത് പോയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നടു റോഡിൽ ഇത്തരത്തിൽ വാഹനത്തിൽ വരുന്നവരെ ആക്രമിക്കുക, അയാൾ കൃത്യമായി പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്, ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. നേരത്തെ ഒരു കേസിൽ റിമാൻഡിലായ ശേഷം ജയിൽ ശിക്ഷയെല്ലാം അനുഭവിച്ച് തിരികെ വന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ് നടു റോഡിൽ കിടന്ന് ഇത്തരത്തിൽ ഗുണ്ടാ വിളയാട്ടം നടത്തുന്നത്. ഇത് കേരളമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യം. രാത്രി 9:30-10 മണിക്ക് നടന്ന സംഭവമാണ്. ആ റോഡിലൂടെ പോയവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പരസ്യമായ കൊലവിളി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരെ സ്വൈര്യവിഹാരം അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം തന്നെ തകിടം മറിക്കുന്ന നിലയിൽ സിനിമ സ്റ്റൈലിൽ ഇത്തരത്തിലുള്ള വിളയാട്ടം നടത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് എല്ലാം നോക്കി നിൽക്കുകയാണ്. പോലീസ് ആരെയാണ് ഭയപ്പെടുന്നത്? ഇയാളെ ഭയമാണോ പോലീസിന്? ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള പരസ്യമായ ഗുണ്ടാ വിളയാട്ടവും കൊലവിളിയുമൊക്കെ നടക്കുന്നത്. ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല. തിരുവനന്തപുരം നഗരത്തിൽ കല്ലടിമുഖത്ത് സ്ത്രീകൾക്കു നേരെ ഗുണ്ടയുടെ അതിക്രമം. പക്ഷേ പോലീസ് അവിടെ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, കേസും എടുക്കുന്നില്ല. പ്രതി ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന കാരണത്താൽ തൽക്കാലം കേസെടുക്കാനാവില്ല എന്ന രസകരമായ മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.